ഞാൻ ഇന്നലെ പറഞ്ഞ ഡൈനിങ് ഹാളിൻ്റെ ബാക്കിയാണിത്. ഇതാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലെ ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാൾ വീടിൻ്റെ ഒരു സൈഡിലേക്കാണ് മാറ്റി. ഒരു സൈഡിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ സ്ക്വയറിലുണ്ടാക്കും. വീടിൻ്റെ സെൻറ്ററിലാവും ഡൈനിങ് ഹാള്. ചുറ്റും കുറേ റൂമുകൾ ഉണ്ടാവും. അതിനൊക്കെ 3 അടി വഴി വിട്ട് കൊടുക്കേണ്ടി വരും. എല്ലാ റൂമും ഡൈനിങ് ഹാൾ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഡൈനിങ് ഹാളിനായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി. ഈ ഡൈനിങ് ഹാളിലെ ഡൈനിങ് ടേബിൾ നമ്മൾ ഇവിടെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്തതാണ്. എന്നിട്ട് ഗ്ലാസ് ഇട്ട്. അപ്പോൾ ഇത്ര ആളുകൾക്ക് ഒരു വലിയ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഡൈനിങ് ഹാളിൽ നമുക്ക് എല്ലാവരും ഇവിടെ തന്നെ പോകും. നല്ല സുഖമാണ് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഒരൊറ്റ സ്പേസിൽ ഒതുങ്ങി. കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭക്ഷണം നടന്നു പോകേണ്ടവർക്ക് അപ്പുറത്ത് കൂടെ പോവാം. ഡൈനിങ് ഹാൾ ഒരു ഭാഗത്തേക്ക് ഒതുക്കിണ്ടായതുകൊണ്ട്. കാരണം ഡൈനിങ് ഹാളിൻ്റെ ഈ സൈഡിൽ റൂമില്ല, ആ സൈഡിൽ റൂമില്ല. കാരണം വഴിയില്ല തിരുമേനി. അപ്പോൾ വഴിയില്ലാതെ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് ഡൈനിങ് ഹാൾ വെക്കുമ്പോൾ വൃത്തിയാവും. നമ്മൾ കിച്ചണിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കാനും വാഷ് ബേസ് വെക്കാനൊക്കെ നമ്മൾ തറമെന്ന് ഒരു സ്ലാബ് അങ്ങോട്ട് വാർത്തുകയാണ് പുറത്തേക്ക്. ഇത് വീട്ടിൽപ്പെട്ട വീട്ടിലല്ല, ഒരു വീടിൻ്റെ ഉൾഭാഗമല്ല. ഇത് പുറത്തേക്ക് ബെൽറ്റുമെന്ന് ചാടിച്ച് വാർത്താണ്. ഈ അളമറൊക്കെ ഇതൊക്കെ പുറത്തേക്ക് ചാടിച്ച് കാണ്ട് വാർത്താണ്. ഇതൊന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. ഫ്രിഡ്ജൊക്കെ അങ്ങനെ തന്നെ. ഇതൊക്കെ ഇനി കിച്ചണിലേക്ക് വരാം നമുക്ക്. ഇതാണ് കിച്ചണ്. ഇത്രയും സിമ്പിളായിട്ടാണ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മൾ കിച്ചണിൽ വലിയ വലിയ വീട്ടിലൊക്കെ കിച്ചണിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ചിമ്മിണിക്കൂട് എന്ന് പറഞ്ഞാൽ വലിയൊരു ചിമ്മിണിക്കൂട് ഗുഹ പോലെ മുകളിലേക്ക് ഉണ്ടാക്കിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പേടിച്ചിട്ട് പിന്നെ അയക്കലൊക്കെ കെട്ടേണ്ടി വരും. കാരണം കരി പിടിച്ചിട്ട് ആ കല്ലമ്പായി കിടക്കുന്നുണ്ടാവും. ഇതെന്താണെന്ന് അറിയാം, ഇതിവിടെ വേറെ അടുപ്പൊന്നും ഇവിടെ ഇല്ല. ഇത് റെഫ്യൂസിങ് ആണ് ഇവിടെ. ഏത് ടൈമിൽ എല്ലാ ഭക്ഷണം ഉണ്ടാക്കലും ഇവിടെയാണ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ സീലിംഗ് വരെ ടയർ ഒട്ടിച്ചിരിക്കണേ, ഔട്ട് ഫാൻ വെച്ചിരിക്കണേ. ഇവിടുത്തെ റെഫ്യൂസിങ് ആയിട്ട് ഇവിടെ അലമ്പായിട്ടില്ല. കിച്ചണിൽ ഒരിക്കലും അലമ്പായിട്ടില്ല. കാരണം സാധാരണ ആരും കിച്ചണിൽ ചിമ്മിണിക്കൂട്ടിൻ്റെ ഉള്ളിൽ ഔട്ട് ഫാൻ വെക്കലില്ല. ചിമ്മിണിക്കൂട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് കോൺക്രീറ്റിൽ ചെയ്തതാണ്. അടിയിലും മുകളിലൊക്കെ ടൈലൊട്ടിച്ച് കണ്ട് ഇതൊക്കെ വെൽഡിങ്ങിൽ സെറ്റ് ചെയ്തതാണ്. പിന്നെ എപ്പോഴും കിച്ചണിൽ നമുക്ക് ഇരിക്കാൻ സിറ്റിങ് വേണം. 24 മണിക്കൂർ ഏറ്റവും കൂടുതൽ ആണുങ്ങളെക്കാട്ടി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണ്. പക്ഷേ കിച്ചണിൽ ഇരിക്കാനുള്ള സിറ്റിംഗ് ഉണ്ടാവില്ല. നമ്മൾ കിച്ചണിൽ ഇരിക്കാനുള്ള സിറ്റിങ്ങൊക്കെ കൊടുക്കുന്നത്. പക്ഷെ എന്താണ്, ആ കിച്ചണിൽ അലമ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കും ചെയ്യതിൽ ഈ കിച്ചണിൻ്റെ അടിയിൽ. അപ്പോൾ കിച്ചണിൽ എപ്പോഴും ഇരിക്കാനുള്ള സിറ്റിംഗ് വേണം. പിന്നെ നമ്മൾ കയ്യിൻ്റെ പരമാവധി എന്താണ്, പൊട്ടണ കുപ്പി ഉപയോഗിക്കുക. ബാക്കിലൊക്കെ പൊട്ടണ കുപ്പി പൊട്ടി അടുത്തത് വാങ്ങാം. സാധനം സെറ്റ് ചെയ്യുമ്പോഴൊക്കെ വൃത്തി ഉണ്ടാവും, ഒക്കെ വൃത്തി. അരി ഇടാനുള്ള ബോക്സ് അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കണം. അരി ഇടാനുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ ഇതുണ്ടാക്കി. അപ്പോൾ അതിന് എല്ലാ സ്പേസും നമ്മൾ ഇവിടെ തന്നെ ഒതുക്കി. ഇത് പിന്നെ റാക്ക്, നമ്മൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉള്ള റാക്കൊക്കെ വെൽഡ് ചെയ്തുണ്ടാക്കി. നമ്മൾ ഒരിക്കലും റാക്ക് വാർക്കരുത്. റാക്ക് വാർത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിയേണ്ട പരമാവധി കിച്ചണിൽ റാക്ക് വാർക്കാതെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. റാക്കൊക്കെ വെൽഡിങ്ങിൽ ചെയ്തിട്ട് ഗ്രാനൈറ്റ് അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് ഫർണിച്ചർ ചെയ്യേണ്ടവർ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് വൃത്തി ഉണ്ടാവും. ഇതൊക്കെ വെൽഡ് ചെയ്തുണ്ടാക്കി. ഇതൊക്കെ വെൽഡിങ് ഒക്കെ വെൽഡിങ് ആണ്. ഇതൊക്കെ വെൽഡിങ് ചെയ്ത് കാണേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല നല്ല സാധനങ്ങൾ നിങ്ങൾ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതിനെക്കാട്ടി വൃത്തിയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതെന്താണെന്ന് നമ്മൾ കാണിക്കാൻ കാരണം ഇത് ഞങ്ങൾ തന്നെ പണിയെടുത്ത് എന്നുള്ളതാണ്. കാരണം പുറത്തൊരു പണിക്കാരില്ല. ഞങ്ങൾ ഫസ്റ്റ് വർക്കാണിത്. ആ ഫസ്റ്റ് വർക്കിൻ്റെ അതിൻ്റെ ചിലപ്പോൾ ഈ പോരായ്മകളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. പക്ഷെ നമ്മളെ ഫസ്റ്റ് വർക്കാണ് ഇത് എന്നുള്ളതാണ്. കിച്ചണിലേക്ക് നമ്മൾ കയ്യിൻ്റെ പരമാവധി വെളിച്ചം വരാനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കിച്ചണിൽ എന്താണ് ഈ സ്ക്വയർ ട്യൂബിൽ എങ്ങനെ അടിക്കാനുള്ള ഒരൊറ്റ കാരണം, കുത്തനടിക്കാനുള്ള കാരണം എന്താണ്, ഇത് നമ്മൾ ഇങ്ങനെ ഒരു വിലങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ കൊട്ടക്കയിൽ കയ്യിൽ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് ഇങ്ങോട്ട് പുറത്ത് നോക്കിയാൽ ഉള്ളു കുറേ വന്നിക്കണമായിരിക്കും കേട്ടോ, കുറേ സാധനങ്ങൾ. അപ്പം സ്വാഭാവികം സ്ത്രീകൾ ഇട്ട് പോകും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അപ്പോൾ ഒരിക്കലും അത് ഇടാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ കയ്യിൻ്റെ പരമാവധി ഇങ്ങനെ വിലങ്ങടിക്കാതെ കുത്തനത്തന്നെ അടിക്കാൻ നോക്കുക. ഏത് പൈപ്പാണ് നമ്മൾ പോയിട്ടുണ്ട് കുത്തനടിക്കുക. അപ്പം എന്താ, ഒരു സാധനം വൃത്തികേടായിട്ടൊരു സാധനം എന്ത് ചെയ്യില്ല, അതിൻ്റെ മുകളിൽ കയറില്ല. ഇപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ ഹൈറ്റിനെ പറ്റി, അടുപ്പിൻ്റെ ഹൈറ്റ് പൊതുവെ പടുവേരെന്താ പറയലേ, ഞങ്ങൾ സാധാരണ 2 കല്ലിനാണ് വെക്കൽ. 2 കല്ലിനാണ് വെക്കൽ എന്ന് പറഞ്ഞാൽ അടുപ്പുണ്ട്, സ്ലാബ് വറക്കും. അടുപ്പിനൊരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചത് അളവല്ല പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അടുപ്പ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പ് ഇതിനെ പറ്റിയല്ല, ഇതിൻ്റെ മുകളിൽ വേറെ ടോപ്പുണ്ട്, അങ്ങനെ എടുക്കാൻ പാടില്ല. ഞാൻ കാണിച്ചതാണ്. പിന്നെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈമുട്ടുണ്ടല്ല ബെൻഡാകാൻ പാടില്ല. നമ്മളിപ്പോൾ തേങ്ങ വറക്കണം, കയ്യിൻ്റെ മുട്ട് ബെൻഡാകാൻ പാടില്ല. ബെൻഡായിട്ടുണ്ടെങ്കിലാണ് കൈക്ക് മുട്ട് ഇവിടെ വേദന വരില്ലേ. അപ്പോൾ നമ്മൾ
കിച്ചണിൽ ഇപ്പോൾ ഹൈറ്റ് ഇതാണ്. സാധാരണ ഹൈറ്റ് അടുപ്പുണ്ടാകുമ്പോൾ എല്ലാവരും കൂട്ടിലെന്ത് ചെയ്യും, ഇതാണ്ട് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കല്ല അടുപ്പുണ്ടാകുമ്പോൾ കല്ലാണ്ട് പടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വാർക്കുന്ന ടൈമിൽ വീട്ടുകാർ വരുമ്പോഴത്തെ ഇങ്ങനെ ഹൈറ്റ് കേൾക്കുക, ഇത്ര പോലെ ഉണ്ടായിക്കോട്ടെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പം നമ്മൾ എന്താ ചട്ടി വെക്കണ്ടേ, ചട്ടിയാണ് അതിൻ്റെ ഫൈനൽ, അടുപ്പിൻ്റെ ഫൈനൽ ചട്ടിയാണ്. ഇപ്പോൾ ഈ ചട്ടീൻ്റെ ഹൈറ്റാണ് നമ്മൾ നോക്കില്ല. അപ്പോൾ അതിനെക്കാട്ടി താന്നിട്ട് കിടക്കണം. അപ്പോൾ ഇങ്ങനെ താന്ന് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പറ്റ താന്നല്ല അത് കൂട്ടരുത്. ചട്ടി വെച്ചതിനുള്ള ഹൈറ്റാണ്. നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് വർക്കാണെന്നില്ല, ഇങ്ങനെ വർക്കാണെന്നുണ്ടെങ്കിൽ കൈ ഇവിടെ ബെൻഡാകാൻ പാടില്ല. ചട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ ചട്ടിൻ്റെ ഹൈറ്റ് ഇതാണ്. പിന്നെ അടുപ്പിന് സാധാരണ അടുപ്പിൻ്റെ ഹൈറ്റ് എല്ലാവരും ഉണ്ടാക്കില്ല, ഈ ഹൈറ്റ് ഉണ്ടാക്കി വെക്കും. ഈ ഹൈറ്റ് ഉണ്ടാക്കി വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം, അടുപ്പ് വരില്ല അതിൻ്റെ മുകളിലേക്കാണ് ഇങ്ങനെ കിടക്കും. ലാസ്റ്റ് ചട്ടി വെച്ചാൽ എന്നിട്ട് ചട്ടി വെച്ച് നമ്മൾ വറക്കുമ്പോഴാണ് നമ്മളെ കൈ ഇവിടെ ബെൻഡാവും. ഇവിടെ ബെൻഡായിക്കാണ്ട് ഒരിക്കലും അടുപ്പ് കൈ ഇങ്ങനെ നീർന്ന് നിൽക്കണം. ചട്ടി നമ്മൾ ഇത് ഒട്ട് വറക്കുകയാണ്, ഇവിടെ കൈ നീർന്ന് നിൽക്കണം. ഞാൻ ചട്ടി ഒരു ഉദാഹരണത്തിന് വെച്ചാണ്, എന്ത് സാധനം കൈ നീർന്ന് നിൽക്കണം. അപ്പോഴാണ് കൈവേദന ഇല്ലാതൊക്കെ ഉള്ളൂ. ഈ അടുപ്പ് ഏത് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുപ്പുണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചിമ്മിണിക്കൂട് ശ്രദ്ധിക്കുക. അരിക്കല്ല് കെട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് ചിമ്മിണിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ആയി എന്നും കാണാൻ നെഞ്ചോയ്ക്ക് ഇതിങ്ങനെ പേർന്ന് ഇങ്ങനെ നിന്ന് തുടക്കാനുള്ള കഴിയണം. നിങ്ങൾക്ക് ഇങ്ങനെ തുടച്ചാൽ ഒന്ന് വീശിയാൽ വീട് വൃത്തിയാവണം. തുടക്കുന്ന ശീലിക്കൊന്ന് വീശിയാൽ വീട് വൃത്തിയാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ വീട് നിങ്ങൾ പണിയെടുപ്പിക്കാൻ നോക്കുക. ചിമ്മിണിക്കൂട് കയ്യിൻ്റെ പരമാവധി എല്ലാവരും ഇങ്ങനെ വീട് ചിമ്മിണിക്കൂട് എടുക്കുക. ഓക്കെ.